അക്ഷരമുറ്റത്ത് വിജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നു നൽകിയ പ്രിയപ്പെട്ട പ്രധാനാധ്യാപിക അജിത ടീച്ചർ ഇന്ന് ചേതനയേറ്റ ഓർമ്മയായി പാലൂരിലെ സ്വന്തം വസതിയിൽ. വാൽപ്പാറയിലെ ആ ദാരുണമായ കൊടുംവളവിൽ വിദ്യാലയത്തിന്റെ നെടുംതൂണായിരുന്ന അജിത ടീച്ചറുടെ വിയോഗം ഇനിയും ഉൾക്കൊള്ളാൻ പാലൂർ ഗ്രാമത്തിന് കഴിഞ്ഞിട്ടില്ല. പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിനു മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സഹപ്രവർത്തകരും കുരുന്നുകളും അന്ത്യോപചാരം അർപ്പിക്കുന്നത്. വിദ്യാലയത്തിലെ ഓരോ പ്രവർത്തനത്തിലും കുട്ടികൾക്കൊപ്പം ചേർന്നു നിന്ന മാതൃകാധ്യാപികയായിരുന്നു ടീച്ചറെന്ന് വിതുമ്പലോടെ നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. വിദേശത്തുള്ള അജിത ടീച്ചറുടെ 2 പെൺമക്കളും വരാനായി കാത്തിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ. മക്കളെത്തിയ ശേഷം മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോകും. ഷൊർണൂർ ശാന്തി തീരത്ത് വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. പാങ്ങ് സ്കൂളിനെയും പാലൂർ ഗ്രാമത്തെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയാണ് അജിത ടീച്ചറുടെ മടക്കം. അധ്യാപന ജീവിതത്തിൽ താൻ സ്നേഹിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും പാതിവഴിയിൽ ഉപേക്ഷിച്ച് ടീച്ചർ യാത്രയാകുമ്പോൾ ഒരു നാട് മുഴുവൻ വിങ്ങുകയാണ്. നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുഃഖകരമായ സംഭവങ്ങൾ ഈ നാടാകെ ദുഃഖത്തിലാണ്. ജനങ്ങളിലും കേരളീയരെല്ലാം തന്നെ കേട്ടപ്പോൾ തന്നെ വല്ലാത്തതാണ്. ഒരു ദുഃഖകരമായ അവസ്ഥയിലാണ്. ഈ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളോടും നാട്ടുകാരോടും അതുപോലെ തന്നെ സാമൂഹ്യ രംഗവുമായൊക്കെ ബന്ധമുള്ളവരാണ് ഇതിൽ പലരും. അവരെല്ലാം സ്നേഹിക്കുന്ന വലിയ വിപുലമായൊരു ജനവിഭാഗം, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അധ്യാപികമാരാണ്. അവരുടെ എല്ലാം ഈ ദാരുണമായ വേർപാടും അങ്ങേറ്റം ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ആ കുടുംബാംഗങ്ങളോട് ഞങ്ങളുടെ എല്ലാവിധ നമ്മെ വിട്ടുപോയ 9 പേരുടെയും കുടുംബാംഗങ്ങളുടെ ഒരിക്കലും അവസാനിക്കാത്ത ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. എന്നോടൊപ്പം ഞങ്ങളുടെ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരെല്ലാം ഉണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂട്ടത്തിൽ ഉണ്ട്. ഞങ്ങൾക്കെല്ലാവരും ഒരുപോലെയാണ്. ഇത്രയും ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഒരു നിമിഷം കൊണ്ട് രാവിലെ പോകുമ്പോൾ എല്ലാവരും കൂടി 7 പേരും കൂടി ചേർന്ന്, സഹോദരിമാർ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഫോട്ടോ എടുത്ത് അത് അവരുടെ ഫേസ്ബുക്കിലും അതുപോലെ സ്റ്റാറ്റസൊക്കെ ഇട്ടു. സഹിക്കാൻ പറ്റുന്നതല്ല, താങ്ങാൻ പറ്റുന്ന ദുഃഖമല്ല. നമുക്കൊറ്റ കാര്യം മാത്രമേ ഇപ്പോൾ ചെയ്യാൻ കഴിയൂ. അവരുടെ വേദനയും അവരോടൊപ്പം ചേർന്ന് അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് വാക്കുകൾ മാത്രം. ആശ്വസിക്കാൻ അവർക്ക് കഴിയില്ല എങ്കിലും അവരോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞങ്ങളെ 8ാം ക്ലാസ്സിലെ ഹിന്ദു ടീച്ചറായിരുന്നു. ഞങ്ങൾക്ക് ഇന്നാളും കൂടി ഞങ്ങള് ആലിക്കല് പൂരത്തിന് ഞങ്ങൾ കണ്ടതല്ലേ. എന്നിട്ട് ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ മോളെ എവിടെ, നിന്റെ കൂടെ പഠിച്ചത് എൻ്റെ ഫ്രണ്ടിന്റെ അമ്മയാണ്. അപ്പൊ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു. ടീച്ചറോട് ഞാൻ അത്രയും, ടീച്ചർക്ക് എവിടെ കണ്ടാലും ടീച്ചർ അപ്പോൾ വന്ന് വർത്താനം പറയും, ഓടി വന്ന് വർത്താനം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോ ഒരു സങ്കടം കാണാൻ വന്നത് ഞങ്ങൾ. ഈ ചാനൽ ന്യൂസ് ഷൊർണൂർ. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി. വളാഞ്ചേരിയിൽ 20 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന സീനിയർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷമീറിന്റെ സേവനം. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി, ഫെഡറൽ ബാങ്ക് ബിൽഡിംഗ്, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി.